നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാമിയുടെ കൂടെ പോകുന്നതിലല്ല, വിശാലിന്റെ കൂടെ പോകുന്നതാണ് ശരിക്കും ഗതികേട്. അതെന്താ ഏട്ടാ, എന്റെ മോനെ അത്രയ്ക്ക് മോശമാണോ? മോശമാണ്, അത്രയ്ക്ക് മോശമാണ്. പഴയ കഥകളൊന്നും ആരും എന്നെ കൊണ്ട് പറയിക്കണ്ട. പറഞ്ഞാൽ അത് ആർക്കും ഗുണം ചെയ്യില്ല. ശ്രുതിമോളെ തൽക്കാലം കാണണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോ നിങ്ങൾക്ക്. പോയിക്കോ, പോയി കണ്ടോളൂ. എന്നിട്ട് അനുഭവിക്കാനുള്ളത് മുഴുവൻ സ്വയം അനുഭവിച്ചോളൂ. മനസ്സോടി എത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഒരാളുടെ മുമ്പിലും താണുവണങ്ങി നിൽക്കേണ്ടി വരില്ലായിരുന്നു ഈ ജയശങ്കറിന്. ഡാഡി അങ്ങനെ പലതും പറയും. പ്രോഗ്രാം മാറ്റണ്ട, നിങ്ങൾ ഇറങ്ങിക്കോ. എന്താ സാറേ? ആ സ്വാമി, ഒരപകടം. എന്തു പറ്റി? നിരഞ്ജൻ ശ്രുതിമോളെ കാണാൻ വേണ്ടി പോയിരിക്കുക. കൂടെ പോയിരിക്കുന്ന ആരാണെന്നറിയോ? വിശാല്. അത് അപകടമാണല്ലോ സാറേ. സാറിന് ആ പോക്ക് തടയായിരുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടേ സ്വാമി? തങ്കച്ചി വിവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നമാണ്. ശ്രുതിമോളെ എവിടെ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാല് അത് നമുക്കെതിരെയുള്ള അടുത്ത ആയുധാക്കി മാറ്റും. എന്തിനാ സാറെ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണ? ഞാൻ ആലോചിച്ചിട്ട് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല സ്വാമി. എന്റെ കണ്ടീഷൻ മോശമല്ല സാറേ. ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം സ്വാമി പറ? വരുന്നിടത്ത് വെച്ച് കാണാൻ അങ്ങോട്ട് വിചാരിക്കണം. അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അല്ല, തങ്കച്ചി അവരെ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ടോ? അറിയില്ല. തങ്കച്ചി എന്തൊക്കെ ചെയ്യുന്നു തങ്കച്ചിക്ക് മാത്രം അറിയും. നമ്മൾ എന്തും പ്രതീക്ഷിക്കണം. ഒരു കാര്യം സാർ ഓർക്കണേ, നമ്മക്ക് അറിയുന്നതിനേക്കാളൊക്കെ കൂടുതൽ രഹസ്യങ്ങൾ അറിയുന്ന ആളാണ് ഈ തങ്കച്ചി. എല്ലാരെ കുറിച്ചുള്ള ഒട്ടുമിക്ക വിവരങ്ങളും തങ്കച്ചിക്ക് അറിയാം. അതല്ലേ ഞാൻ പറയണത്. എല്ലാവരുടെയും പുറകിൽ തങ്കച്ചിന്റെ ആളുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നിരഞ്ജൻ സാറിന്റെ പുറകിൽ ആളുകൾ കാണും. പറഞ്ഞാൽ മനസ്സിലാവണ്ടേ സ്വാമി? ഈ ലോകത്ത് എൻ്റെ എന്ന് പറയാൻ ഇപ്പോൾ ഒരാളേ ഉള്ളൂ സ്വാമി. അത് ശ്രുതിമോള. അവൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല സ്വാമി. ശ്രുതിമോളുടെ അച്ഛനും അമ്മയ്ക്കും ആ വിചാരം വേണ്ട സാറേ. അവർക്കതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറ് വിഷമിക്കണ്ട, ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കും. മറ്റൊന്നും ഈ സമയത്ത് നമുക്ക് ചെയ്യാനില്ല. ലക്ഷ്മിക്കുട്ടി, വിശന്ന് നിൽക്കുവാണോ? കഴിച്ചോ മോള്? കഴിച്ചോ? കഴിച്ചോട്ടോ, കഴിക്കടി. കഴിച്ചു. ഓ, ആകെ പ്രശ്നമാണല്ലോ അമ്മായി. എന്തു പറ്റി? അപ്പൊ അമ്മായി ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ പലതും അറിഞ്ഞു. അത് തന്നെയാണോ നീ പറയാൻ വരുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ഞാനൊരു ക്ലൂ തരാം. കാണാതാകൽ, പോലീസ്, ജയില്. ഓ അതാണോ? അതൊക്കെ ഞാൻ അറിഞ്ഞു. അക്ഷരമാൾ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടെന്താ എന്നോട് പറയാതിരുന്നേ? അങ്ങനെ കൊട്ടി ആഘോഷിച്ച് നടക്കേണ്ട കാര്യമാണോ അത്? എന്നോട് സൂചിപ്പിക്കാമല്ലോ. അതെങ്ങനെയാ കൊട്ടി ആഘോഷമാവുന്നേ? പറയാൻ തോന്നിയില്ല. അല്ലെങ്കിലും എന്നെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ. എന്നെ കൂട്ടത്തിൽ കൂട്ടാതെ മാറ്റി നിർത്തുന്നത് നിങ്ങളുടെ സ്ഥിരം പതിവാ. ദേ പൊന്നുമണി, ഇനി ഇതിന്റെ പേര് വഴക്ക് വേണ്ട കേട്ടോ. ഞാനൊന്നും ആലോചിക്കാതെയാ പറയാനിത്. അതിന് എന്നെ അമ്മായിക്ക് എന്താ തോന്നുന്നേ? ചന്ദ്രലേഖയ്ക്ക് എന്ത് പറ്റി കാണും? ആർക്കറിയാം.
സിത്തുവിന്റെ വീട്ടുകാരും അവളെ ഒന്നും ചെയ്യുകയല്ലെന്ന് എനിക്ക് ഉറപ്പാ. അപ്പോ പോലീസ് നുണ പറയുന്നെന്നാണോ അമ്മായി പറയുന്നേ? ചന്ദ്രയെ എല്ലാരും കൂടി കൊന്നു കുഴിച്ചിട്ടോന്ന് പുറത്ത് സംസാരം. ആളുകൾക്ക് എന്താ പറയാൻ വയ്യാത്തെ? ചന്ദ്രയെ കൊന്നിട്ട് അവർക്ക് എന്ത് കിട്ടാനാ? എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാത്രമാണോ ആൾക്കാർ ഓരോരുത്തരെ കൊല്ലുന്നത്? വഴക്കിനിടയില് ഒരു കയ്യബദ്ധം പറ്റി. സിത്തു ഒരു തല്ല് വെച്ചു കൊടുത്തു. ചന്ദ്ര തലയടിച്ചു വീണു, മരിച്ചു. അങ്ങനെ സംഭവിച്ചൂടെ? കരുനാക്ക് കുളച്ചൊന്നും പറയാതിരി. അങ്ങനെ ഒന്നും സംഭവിച്ചു കാണില്ല. പിന്നെ ചന്ദ്രലേഖ എവിടെ പോയി? അത് എനിക്ക് എങ്ങനെ അറിയാം? മറ്റുള്ളവരുടെ കുറ്റവും കുറവും ചെയ്യാതെ നീ വല്ലതും പോയി എടുത്ത് കഴിക്കാൻ നോക്ക്. ഞാൻ കഴിച്ചോളാം. എന്നാലും ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ കേസാ. ഇപ്പം പ്രേമ മാത്രമേ അകത്ത് പോയിട്ടുള്ളൂ. ഇനി സകലരും പോവും. കൊലപാതകം എങ്ങാനോ ആണെങ്കിൽ കൊന്നവര് മാത്രമല്ല, സഹായിച്ചവരും അകത്ത് പോവും. മനസ്സിലായില്ല? അല്ല, ചങ്ങാതിമാരാണല്ലോ സാധാരണ ബോഡി കൊണ്ടുപോയി കളയാൻ കൂട്ടു നിൽക്കാറ്. സിദ്ധു ആദ്യം വിളിച്ചിട്ടുണ്ടാവുക ആരെയായിരിക്കും? മാഷേട്ടനെയല്ലേ? പൊടി, അവൻ ഒരിക്കലും ഇതിനൊന്നും കൂട്ടു നിൽക്കില്ല. എന്നാ കൊള്ളാം. ഒരു പെണ്ണിനെയാ കാണാതായിരിക്കുന്നത്. കേസ് എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് അന്വേഷണം കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. അമ്മായിയുടെ മോനിപ്പോ അത്ര നല്ല സമയമൊന്നും അല്ല. അതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇരുട്ടെ, ആശുപത്രിയിൽ അകമ്പടി വേണം. വേണം. അപകടം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ സാറേ. അല്ലെങ്കിൽ സാറ് തന്നെ പറ. രാമേശ്വരത്ത് വെച്ച് ഇങ്ങനെ ഒരു കൊലപാതക ശ്രമം ഉണ്ടാകുമെന്ന് എപ്പോഴെങ്കിലും സാർ വിചാരിച്ചിരുന്നോ? അത് ശരിയാ. അതാ പറഞ്ഞത്. ശത്രുക്കളെ നമ്മൾ എവിടെയും പ്രതീക്ഷിക്കണം. സാറിനെ ദേവിക മേഡത്തിന് ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. സാറ് വാ. മോളെ കരയാതെ. അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ. എങ്ങനെയുണ്ടിരട്ടെ എന്റെ കാൽക്കുലേഷൻ? പണിയങ്ങ് രാമേശ്വരം വരെ വന്നില്ലേ? സാറ് ഞങ്ങളെ വിട്ടില്ലായിരുന്നെങ്കിൽ ഒരാൾ കൂടി ബലിയിടേണ്ടി വന്നേനെ ദേവിക മേഡത്തിന്. മോളെന്തിനാ വിഷമിക്കുന്നേ? ഒരപകടം കൂടാതെ തിരിച്ചു വന്നില്ലേ? എന്നാലും ആരായിരിക്കും അച്ഛനെ ഭയപ്പെടുത്താൻ ആളെ കഴിച്ചത്? അതാരെങ്കിലും ആയിക്കോട്ടെ.